മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മന്ത്രവാദിയുടെ കളത്തിലേക്ക് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ കരുണയും ഉണ്ണിയും പ്രതാപനും എല്ലാം ഇങ്ങനെ പേടിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രവാദി ആകെ പേടിച്ച് വരലാണ് കേട്ടോ. ഇരിക്കി എന്ന് ഇങ്ങനെ പറയുകയാണ് പ്രേതത്തിനോട്. ശരിക്കും പ്രേതം വന്നത് കണ്ടിട്ട് ആ മന്ത്രവാദി ആകെ ഞെട്ടി തെറിച്ച് പോവുകയാണ് കേട്ടോ. ഇരിക്കി എന്നിങ്ങനെ പറയുന്നത്. അതേസമയം നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ കരുണയും പ്രതാപനും മുത്തശ്ശി അങ്ങനെ പേടിച്ച് അലറി വിളിക്കുകയാണ് കേട്ടോ. ആ മന്ത്രവാദിയുടെ അടുത്തുള്ള ആ ചൂരൽ വാങ്ങിയിട്ട് മഹാലക്ഷ്മി എല്ലാവരെയും അടിക്കുകയാണ് കേട്ടോ. മന്ത്രവാദിയുടെ പൂജാ സാധനങ്ങളും ആ കുടവും എല്ലാം തൂക്കി വലിച്ചെറിയാണ് കേട്ടോ. ആ വലിച്ചെറിയുന്ന സമയത്ത് തന്നെ ഓരോരുത്തരെയും അടിക്കുകയാണ്. അവരൊക്കെ പേടിച്ച് വിറയ്ക്കുകയാണ് കേട്ടോ. ഓടുകയാണ് മന്ത്രവാദിനിയൊക്കെ. ഇത് കള്ളമന്ത്രവാദിനിയാണ് എന്ന് അവർ മനസ്സിലാക്കണം എന്നാണ് മഹാലക്ഷ്മി കരുതുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. ശരിക്കും പ്രേതം വന്നു, ഇങ്ങനെയൊരു പ്രേതം വരുമോ എന്ന് പറഞ്ഞ് കരുണയൊക്കെ അല്ല അങ്ങനെ പേടിച്ച് പോവുകയാണ് കേട്ടോ. കരുണ അങ്ങനെ പേടിച്ചിട്ട് നിലവിളിക്കുകയാണ്. അതേസമയം എല്ലാവർക്കും മഹാലക്ഷ്മി അടിക്കുകയാണ്, എല്ലാവരെയും അടിക്കുകയാണ് മഹാലക്ഷ്മി കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് മോഹിനി അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. മോഹിനി ആകെ ഒന്നും മിണ്ടാതെ അങ്ങനെ ചിരിക്കുകയാണ്. എന്തായാലും നന്നായി, ഇവർ ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം നേരെ കാറിലേക്ക് പോവുകയാണ്. അവിടെ കാത്തിരിക്കണ്ടല്ലോ, അവിടെ കാത്തിരിക്കണം കേട്ടോ. അതേസമയം പിന്നീട് ശരിക്കും കമലേശ്വരത്തേക്ക് വരികയാണ് കേട്ടോ. കമലേശ്വരത്തേക്ക് വരുമ്പോൾ അവിടെ മേഘനാഥനും മഞ്ജുവും എല്ലാം ഉണ്ടാവും. അവരുടെ മുമ്പിലേക്ക് കണ്ണൻ ഇങ്ങനെ വരികയാണ്. കണ്ണൻ വന്നിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, കണ്ണൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ മാർക്കോയാണ് കൂടെ ഇറക്കണത്. മാർക്കോ കൂടെ ഇറക്കുന്നത് കാണുമ്പോൾ തന്നെ ദുർഗയ്ക്ക് സന്തോഷമാകും. എന്തായാലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, അവളിനി വരില്ലല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്നിങ്ങനെ ദുർഗ പറയണം കേട്ടോ. ഏതായാലും നീ പിന്നെ കണ്ണനോട് കൂടി നല്ല സ്നേഹത്തോടെ സംസാരിച്ചോ എന്നിങ്ങനെ മഞ്ജുവിനോട് പറയണം. നിൻ്റെ കരുണയെടുത്തി ഉണ്ടല്ലോ, അവൾക്കാണെങ്കിൽ നിന്നെ കുഴപ്പമില്ല, അവൾ നിൻ്റെ കല്യാണത്തിനൊക്കെ നിനക്ക് സ്വർണ്ണം തന്നതാണല്ലോ. കരുണയെടുത്തിട്ട് സ്നേഹമൊന്നും പറയണ്ട, അതൊക്കെ വെറും അഭിനയമാണ് അമ്മേ എന്നിങ്ങനെ പറയും. എന്താണ് നീ അങ്ങനെ പറയുന്നത് എന്ന് പറയണം. അതിനുശേഷം മാർക്കോയും കണ്ണനും കൂടിയിട്ട് വരികയാണ് കേട്ടോ. വന്നതിന് ശേഷം മാർക്കോ മേഘനാഥനോട് പറയും, നീ അറിഞ്ഞില്ലടാ, നിൻ്റെ മന്ത്രവാദി അവിടെ പ്രതാപൻ്റെ അവിടെ മന്ത്രവാദിനെയും അവരെ എല്ലാവരെയും മഹാലക്ഷ്മി വന്ന് അടിച്ച് ഇറക്കിയിട്ടുണ്ട്, നീ അത് അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥനാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ നീ ഇപ്പോൾ പോണില്ല, ഇവിടെ തന്നെയാണോ? എന്തായാലും നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ പറയണം, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ മഹാലക്ഷ്മിയെ കത്തിച്ച് ചാമ്പലാക്കി, അതെനിക്കറിയാം. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒന്നാമത്തെ പ്രതി നീയാണ്, പിന്നീട് പ്രതാപനും, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ആകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ ആ വീഡിയോ കണ്ടത് എന്നിങ്ങനെ പറയണം. ഞാൻ ഇന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, പക്ഷേ ഇനി മുതൽ ഞാൻ തീരുമാനം എടുക്കുകയാണ്. ഈ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങണം എന്നിങ്ങനെ പറയണം. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും കൂടിയിട്ട് ഞാനൊരു ഓണം ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്നതിന് ശേഷം മഹാലക്ഷ്മി വിളിക്കണം കേട്ടോ. മഹാലക്ഷ്മി വരുന്നത് കാണുമ്പോൾ ഇവർ പ്രേതമാണോ അത് ജീവനാണോ എന്ന്, ജീവനോടുള്ള മഹാലക്ഷ്മിയാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ ജീവനോടുള്ള മഹാലക്ഷ്മിയാണ് വരുന്നത്. അവരാകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ, മേഘനാഥനും ഒക്കെ. അതിനുശേഷം മഹാലക്ഷ്മി ഇങ്ങനെ വന്ന് നിന്നിട്ട് പറയുന്നത്, ഇതാ ഞാൻ വന്നിരിക്കുന്നു, മഹാലക്ഷ്മി കമല ഗ്രൂപ്പ് MD ആണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കണം കേട്ടോ. അവരാകെ സ്തംഭിച്ച് പോവുകയാണ്.